വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി, പൂന്തോട്ടം, പത്തിരിയാൽ, മലപ്പുറം. നിങ്ങളുടെ സുവർണ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്. ADGP MR അജിത് കുമാർ വിജിലൻസിന് മുന്നിൽ നൽകിയ മൊഴിയിൽ പ്രതികരണവുമായി PV അൻവർ. അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയതായി PV അൻവർ സ്ഥിരീകരിച്ചു. എന്തു വഴിവിട്ട സഹായമാണ് താൻ ആവശ്യപ്പെട്ടതെന്ന് അജിത് കുമാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ കൊച്ചിയിലെ പോലീസ് കമ്മീഷണറുടെയും കോഴിക്കോട് പോലീസ് കമ്മീഷണറുടെയും 2 വയർലെസ് മെസ്സേജുകൾ ഇതാ ഈ പറയുന്ന മറുനാടൻ മലയാളിക്ക് മാത്രം ലഭ്യമായ സീക്രട്ട് മെസ്സേജുകൾ പുറത്തുവിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ള 2 സേനയുടെ മെസ്സേജുകൾ പുറത്തുവിട്ടപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് പഠിച്ചപ്പോൾ അത് രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ വരുന്ന ഒരു കുറ്റമായി അത് നമുക്ക് ലീഗൽ ഒപ്പീനിയൻ കിട്ടുകയും ഈ വീഡിയോയുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാനന്ന് പോയി കാണുകയും കാര്യത്തിൻ്റെ ഗൗരവം വളരെ ഗൗരവമുള്ളതാണ് എന്ന നിലക്ക് അന്നത്തെ ADGP അജിത് കുമാറിനെ വിളിച്ച് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് വൈകുന്നേരമാണ് അജിത് കുമാർ എന്നെ വിളിക്കുന്നത്, നമുക്കൊന്ന് കാണണം. അപ്പോൾ എനിക്കതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മുമ്പ് കൊടുത്ത പരാതികളിൽ പോലീസ് നല്ല രീതിയിൽ ആക്ഷൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു ചെറിയ പരാതി ഞാനന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അത് എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് വൈകുന്നേരത്തെ ഒരു മീറ്റിംഗ് വേണം എന്ന് പറയുകയും എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തോട് വരാൻ പറയുകയും വൈകുന്നേരം ഒരു 7:30 മണിക്ക് അദ്ദേഹം വന്ന് രാത്രി 8:30 മണി വരെ അവിടെ ഇരിക്കുകയും ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത് ഇതുവരെയുള്ള പരാതികൾ എന്ന് പറയുന്നത് വർഗീയ വിദ്വേഷം പരത്തുന്ന പരാതികളാണ്. ഈ വിഷയം എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ 66F ഇത് അട്രാക്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് കിട്ടിയ നിയമനിർദ്ദേശം. അതുകൊണ്ട് ഈ വകുപ്പ് ചേർത്തുകൊണ്ട് നിങ്ങൾ FIR ഇട്ട് ഇത് അന്വേഷിക്കണം എന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ശക്തമായ നടപടി സ്വീകരിക്കും. 66F അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് എനിക്കതിൽ പറയാൻ കഴിയില്ല, അത് പ്രോസിക്യൂഷനാണ് പറയേണ്ടത്. പ്രോസിക്യൂഷൻ എഴുതട്ടെ എന്ന് അദ്ദേഹം പറയുകയും പ്രോസിക്യൂഷൻ ജനറലിന് അദ്ദേഹം കത്തെഴുതുകയും മറുപടി കിട്ടുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ വയർലെസ് സിസ്റ്റം എന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ പോലീസ് ഉപയോഗിക്കുന്ന വയർലെസ്സിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അത് ഈ സോഫ്റ്റ്വെയറുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ എന്ത് വേണം? പോലീസ് നടപടി സ്വീകരിക്കണം, 66F ഇടണം. പക്ഷെ അതിന് അദ്ദേഹം ആലോചിക്കട്ടെ, ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഈ സമയത്തൊക്കെ സാജൻ സക്കറിയ ഒളിവിലാണ്. അപ്പോൾ ഇടയ്ക്ക് എന്നെ വിളിക്കും, MLA സഹായിക്കണം, അതിനെ കണ്ടെത്താൻ കഴിയുന്നില്ല, പോലീസിൽ നിന്ന് ഇൻഫർമേഷൻ ചോരുകയാണ്. നമ്മൾ ഉള്ള വിവരങ്ങൾ അറിഞ്ഞ് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പോഴേക്കും അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്, MLA സഹായിക്കണമെന്ന് ആവർത്തിച്ച് പറയും. അതിനിടയ്ക്ക് പൂനെയിലെ ഒരു കേന്ദ്രത്തിൽ ഈ സാജൻ സക്കറിയയുടെ ഒരു ബ്രദറിൻ്റെ ഒരു ഫാമിൽ സക്കറിയ ഉണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ട് നമ്മൾ പോലീസിന് വിവരം കൊടുത്തു. പക്ഷേ അവിടുന്ന് പോലീസ് പോയി ചെന്നപ്പോഴേക്കും രക്ഷപ്പെട്ടു എന്ന മറുപടിയാണ് പിന്നീട് കിട്ടുന്നത്. പിന്നീട് ഇദ്ദേഹത്തെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അന്ന് കേരള പോലീസിൻ്റെ ടീം ഈ പറയുന്ന ബാംഗ്ലൂരിൽ, ചെന്നൈ, പൂനെ, ബോംബെ, ഹൈദരാബാദ് ആൻഡ് ഡൽഹി ഈ കേന്ദ്രങ്ങളിലൊക്കെ സ്ക്വാഡിനെ നിർത്തി ഇവൻ അന്വേഷിക്കുന്നു എന്നാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് ഡൽഹിയിലെ ഒരു സീനിയർ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഡൽഹിയിലെത്തിയിട്ടുണ്ട് എന്ന വിവരം മറ്റു ആളുകൾ വഴി എനിക്ക് കിട്ടുന്നത്. ഈ കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു ദിവസം നമുക്കറിയാം ഡൽഹിയിലൊക്കെ സീനിയർ വക്കീൽമാരെ കാണണമെങ്കിൽ മുൻകൂട്ടിയുള്ള അപ്പോയിൻമെൻ്റ് എടുക്കണം. അദ്ദേഹം അപ്പോയിൻമെൻ്റ് എടുത്ത് ഫീസ് അടച്ചതായിട്ട് അറിയാൻ കഴിയുകയും ഈ ഇൻഫർമേഷൻ കൃത്യമായി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ആ കൃത്യമായ സമയത്ത് ഇദ്ദേഹം അപ്പോയിൻമെൻ്റ് എടുത്ത സമയത്ത് അവിടെ എനിക്ക് ഇൻഫോം ചെയ്ത ഡൽഹിയിലെ എൻ്റെ സുഹൃത്തായ ഒരു വക്കീൽ, ആ വക്കീലിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് ഈ കാര്യത്തിൽ, അതുകൊണ്ട് ആ സമയത്ത് നിങ്ങളൊന്ന് സ്വകാര്യമായിട്ട് ആ മേൽപ്പറഞ്ഞ സീനിയർ വക്കീലിൻ്റെ പരിസരത്ത് ഉണ്ടാവണം, സാജൻ സക്കറിയ അവിടെ വരുന്നുണ്ടോ, പോലീസ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾക്കൊന്ന് ഒബ്സർവ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ ഈ പറയുന്ന ഡൽഹിയിലെ സീനിയർ വക്കീലിൻ്റെ വീടിൻ്റെ കുറച്ച് പരിസരത്ത് അദ്ദേഹത്തിൻ്റെ കാറ് നിർത്തിയിട്ടിരിക്കുകയാണ്. 7 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. 7 മണി കറക്റ്റ് 6:55 സാജൻ സക്കറിയ അവിടെ വരുന്നു. ഈ പറയുന്ന സീനിയർ വക്കീലിൻ്റെ വീട്ടിലേക്ക് കയറി പോകുന്നു. എനിക്ക് ഇൻഫോം ചെയ്ത എൻ്റെ സുഹൃത്തായ വക്കീൽ ഇത് കാണുന്നു. ഞാൻ അജിത് കുമാറിനെ വിളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്, ഞാൻ സാജൻ സക്കറിയ കയറി എന്ന് പറയുന്നില്ല, എന്തായും ചോദിക്കും എന്നോട് പറയുന്നത്, സാറേ നമ്മളെ 7 ഓഫീസർമാർ, ഒരു DYSPയും
4 CIമാരും അവിടെ മഫ്റ്റി വേഷത്തിലുണ്ട്, അവരെ അസിസ്റ്റ് ചെയ്യുന്ന പോലീസുണ്ട്. ഒരാളും ആ പ്രദേശത്തേക്ക് വന്നിട്ടില്ല. 7:10 വക്കീലിനെ വിളിക്കും, ആരും വന്നിട്ടില്ല. പോലീസ് വന്നിട്ടില്ല. 7:15 7:25 സാജൻ സക്രിയ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് ടൈം കഴിഞ്ഞ് ഡിസ്കഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആ സമയത്ത് ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ വിളിക്കുക. അപ്പോഴും പുള്ളി എന്താ പറയുന്നത്, ഓ എൻ്റെ സാറേ അവന് ഭയങ്കര ദൈവാധീനമുള്ള വ്യക്തിയാണ്, ആര്, സാജൻ സക്രിയ, അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ വളരെ ക്ലിയർ അല്ലേ, ഇദ്ദേഹം എന്നെ ചീറ്റ് ചെയ്യുന്നത് വളരെ ക്ലിയറാണ്. യൂട്യൂബർ ഷാജൻ സ്കറിയ കോഴിക്കോട് പോലീസ് കമ്മീഷണറുടെയും കൊച്ചി കമ്മീഷണറുടെയും വയർലെസ് സന്ദേശങ്ങൾ ചോർത്തിയ സംഭവത്തിൽ ചർച്ച നടത്താനാണ് കൂടിക്കാഴ്ച നടത്തിയതെന്ന് PV അൻവർ പറഞ്ഞു. അജിത് കുമാർ തന്നെ ചതിക്കുകയായിരുന്നു. യൂട്യൂബ് ചാനൽ ഉടമ ഷാജൻ സ്കറിയയ്ക്കെതിരെ നടപടിയെടുക്കാൻ MR അജിത് കുമാർ തയ്യാറായില്ല. പച്ചക്കള്ളം പറഞ്ഞ് അജിത് കുമാർ ഷാജൻ സ്കറിയയെ രക്ഷിക്കുകയായിരുന്നു. എന്തു വഴിവിട്ട സഹായമാണ് താൻ ആവശ്യപ്പെട്ടതെന്ന് അജിത് കുമാർ വ്യക്തമാക്കണം. തന്റെ താല്പര്യങ്ങൾ എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. അജിത് കുമാർ നോട്ടോറിയസ് ക്രിമിനൽ ആണെന്നതിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. സർക്കാർ എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെയുള്ള ആളുകളെ താങ്ങി നിർത്തുന്നത്? ഒറ്റ നോട്ടത്തിൽ തന്നെ പൊളിയുന്നതാണ് വിജിലൻസിന്റെ വെള്ളപൂശിയ റിപ്പോർട്ടെന്നും അജിത് കുമാർ RSSനും കേന്ദ്ര സർക്കാരിനും വേണ്ടി ജോലി ചെയ്യുന്ന ആളാണെന്നും അൻവർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, എടവണ്ണ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്, PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്.